ഹായ് ഓൾ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ പൊന്നുകുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേയുടെ വ്ളോഗാട്ടോ. ഇടാൻ എന്തായാലും 2 ഡേയ്സായി, എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. മാർച്ച് 27 ആയിരുന്നു ബർത്ത്ഡേ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോവാട്ടോ. ഞങ്ങൾ നേരത്തെ ചെന്ന് ഡിസ്കസ് ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്തൊരു സ്ഥലം. ഇത് നമ്മുടെ അടുത്തുള്ള മുഹമ്മയിലെ ഒരു ഓൾഡ് ഏജ് ഹോം ആട്ടോ. അവിടെയാണ് പൊന്നുകുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ ചെന്നു. ഇടയ്ക്കൊരു ഡബിൾ സൈഡ് സെലോ ടേപ്പ് മേടിക്കാൻ കയറിയപ്പോൾ പൊന്നുകുട്ടി അവൾക്ക് വേണ്ടി ടോയ്സൊക്കെ വാങ്ങി. ബബിൾ മേക്കറാണേ. എന്നിട്ട് ഡാഡിയായിട്ട് അതും കൊണ്ടുള്ള കളിയായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ കളിച്ച് അവൾ അകത്തോട്ട് കയറുന്നേ ഇല്ലായിരുന്നു. കുറേ ബലം പിടിച്ചാണ് അതിനെ അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോയത്. പിന്നെ അവിടെ വാതിക്കലൊക്കെ നല്ല ഗാർഡനും അതുപോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ചെന്നതേ ലേറ്റായതുകൊണ്ട് തന്നെ ഞങ്ങൾ എളുപ്പം അകത്തോട്ട് കയറി. ചെന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു സിസ്റ്ററാണ് വെൽക്കം ചെയ്തത്. അങ്ങനെ കുറേ സിസ്റ്ററായിട്ടൊക്കെ സംസാരിച്ച് ഞങ്ങൾ അകത്തോട്ട് കയറാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ടോയ് തരുമോയെന്ന്. ഈ ടോയ് ആർക്കും കൊടുക്കില്ല കേട്ടോ, അവളുടെ ഫേവറേറ്റ് സാധനമാണിത്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി ചെന്ന് അവിടെ ആദ്യം തന്നെ കുറേ അമ്മമാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ 2 പേര് അവരാണ് ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്നു. അമ്മമാരൊക്കെയായിട്ടൊക്കെ കുറേ സംസാരിച്ചു. ചിലരൊന്നും സംസാരിക്കില്ല കേട്ടോ, അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല നമ്മളോട് സംസാരിക്കാൻ. അങ്ങനെ സിസ്റ്റർ വന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു സിസ്റ്ററാട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു റൂംസിലുള്ളവരും എല്ലാവരും അവിടെ വന്നിരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു സിസ്റ്റർ വന്ന് നമ്മുടെ കേക്കൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചോട്ടോ. ക്രാക്കേഴ്സൊക്കെ പൊട്ടിക്കാനായിട്ട് ടോമും എൽസും കൂടെ അവിടെ നിൽപ്പുണ്ട്. പൊട്ടില്ലെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അവരുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ, എന്താ അല്ലേ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കിട്ടുന്ന ആ പ്രേയേഴ്സ് പൊന്നുകുട്ടിക്ക് അത് ഉള്ള കാലം മുഴുവൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം. അല്ലാത്തപ്പോൾ മധുരത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നുമല്ല പൊന്നു. പക്ഷേ കേക്ക് കണ്ടപ്പോൾ ഓടി വിഷമിച്ചിട്ടാണോ എന്തോ സിസ്റ്ററിനോട് പറഞ്ഞിട്ട് 2 വട്ടം എടുത്ത് വായി വെച്ച് അത് കഴിക്കുകയും ചെയ്തു കേട്ടോ. ബ്രെഡിനോട് താല്പര്യമില്ല, കേക്ക് മാത്രം കഴിക്കും. അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ആൾ സെറ്റ് ചെയ്യാനിപ്പുണ്ട്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. കൊണ്ടുപോയി ഒരുപാട് സാധനങ്ങളും ചെയ്തില്ല. അങ്ങനെ ആദ്യം പ്രെയർ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രെയറൊക്കെ കഴിഞ്ഞ് 2 വീട്ടിലെയും നമ്മുടെ ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ കേക്ക് കട്ട് ചെയ്തു. അവൾക്ക് പൊതുവെ കേക്ക് ഇഷ്ടമല്ലാത്ത കാരണം ആദ്യം കൊടുത്താൽ എന്തായാലും റിജക്റ്റ് ആയിരിക്കും. പിന്നെ കേക്കിൻ്റെ ക്രീം മാത്രമേ ആൾ കഴിക്കൂ. അവരെല്ലാവരും നല്ല എന്തായിട്ട് നോക്കിയിരിക്കണം കേട്ടോ. ക്രാക്കേഴ്സ് പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടിയില്ല, പറഞ്ഞ പോലെ തന്നെ പൊട്ടിയില്ല. ഡാഡി കേക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്, കഴിക്കുന്നില്ല. എല്ലാവരും നോക്കിയിരിപ്പുണ്ടേ. പിന്നെ ഞാൻ എൻ്റെ തലയിലത് കുടഞ്ഞിട്ടാ ചെയ്ത അനിയനെ. പിന്നെ അവളുടെ വായിൽ കേക്ക് എടുത്ത് ഞാനിത്ര വെച്ച് കൊടുത്തപ്പോൾ കഴിച്ചേട്ടോ. ക്രീമാണെങ്കിൽ കഴിക്കും, അല്ലാണ്ട് കഴിക്കില്ല. പിന്നെ ഇവിടുത്തെ അപ്പൻ ഫുഡ് കൊടുത്ത്. പിന്നെ സിസ്റ്റർ എൻ്റെ ഇടയ്ക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു ബുക്ക് എടുക്കുന്നുണ്ട്, ഒരു ഉമ്മയും എടുത്തിട്ടുണ്ട്. അവളെന്തായാലും ഹാപ്പി ബർത്ത്ഡേ ആണ് നേരത്തെ തൊട്ടേ പറയുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യണം, കേക്ക് കൊടുക്കേണ്ടവരുടെ ലിസ്റ്റും എല്ലാം. പിന്നെ അതിന് എൻ്റെ അച്ഛനാണ് കൊടുക്കുന്നത് കേട്ടോ. അത് അച്ഛന് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് പറയുന്നപ്പോഴത്തേക്ക് പറഞ്ഞ് വേണു അപ്പൂപ്പന് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ അമ്മയാണേ. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട്. ക്രീം തോണ്ടി കൊടുക്കുന്നവരുടെ മാത്രം കഴിക്കുന്നുണ്ട്, ബ്രെഡ് കൊടുക്കുന്നവരുടെ കഴിക്കില്ല കേട്ടോ. പിന്നെ അവളുടെ കൈ കൊണ്ട് ഇതൊരു തനിയനാണ്, എല്ലാവർക്കും ഞാനും തോണ്ടി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ കേക്കൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിരുന്നു എന്തായാലും. പിന്നെ ആളിത്തിരി ടയേർഡായിപ്പോയി. രാവിലെ തൊട്ട് ഇങ്ങനെ ഒരുങ്ങിയിരുന്ന് എവിടെയും കറണ്ടില്ലായിരുന്നു. അങ്ങനെ ആളിത്തിരി വിഷമിച്ചു. അങ്ങനെ ടോം കേക്ക്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ ടോം. പിന്നെ അവൾ മമ്മീന്നാണ് വിളിക്കുന്നത് അവളെ. അവൾക്കും കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു കിസ്സിങ് അല്ലേ നടന്നതെന്ന് കേൾക്കുന്നത്. പിന്നെ സോന കൊടുത്തു. പിന്നെ ആ ബൊക്ക മേടിച്ചാൽ ആ ബൊക്ക ആ കേക്കിനകത്തിട്ട് അവൾ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. കുറേ നേരമൊക്കെ അവിടെ നിന്ന്. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് അറേഞ്ച് ചെയ്തിരുന്നത് ബിരിയാണി ആട്ടോ. എന്തായാലും ബിരിയാണി വരാൻ ഇത്ര ലേറ്റായിപ്പോയി. അവർക്ക് 11:45 ആകുമ്പോൾ ഫുഡ് കഴിക്കാറുള്ളതാണ്. ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരു 12:30 ആയിട്ടുണ്ട്. നന്നായിട്ട് വിശന്നിട്ടുണ്ടാവും, അതുകൊണ്ട് ഇത് ലേറ്റായിരുന്നു. എന്നാലും സിസ്റ്റേഴ്സ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കാര്യമുള്ള കാര്യമല്ല, അവർ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചു. പൊന്നുകുട്ടി ടോം കൊടുത്ത ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുവാണേ. 3 ഡ്രസ്സാണ് ഉണ്ടായിരുന്നത്.
അങ്ങനെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുവന്ന ഉടുപ്പിൻ്റെ അതിലൊരു കോട്ടൺ ഉണ്ടായിരുന്നു. അപ്പം തന്നെ അവൾക്കത് ഇടണം. ആൾ ഓൾറെഡി നല്ല ടയേർഡായിരുന്നു, ചൂട് ക്ലൈമറ്റില്ല, അതുകൊണ്ട് തന്നെ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാതിരിക്കുക. പിന്നെ ടോമും ഹേസും കൂടെ ഫുഡ് കഴിക്കായിരുന്നു. ഹേസ് റൈസ് മാത്രമേ കഴിക്കൂ. അങ്ങനെ ടോം കഴിക്കുന്നത് നോക്കി കഴിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇത്തിരി കഴിച്ചോട്ടെ എന്ന് കരുതി ഞാനൊരു പ്ലേറ്റ് വെച്ച് കൊടുത്താട്ടോ. അങ്ങനെ കുറേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡാൻസും പാട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആൾ ഇത്തിരി കൂടി ആക്റ്റീവായി. പിന്നെ സിസ്റ്റേഴ്സിനൊക്കെ അടുത്ത് പോയി അവിടെ ഒരുപാട് പെറ്റ്സൊക്കെ ഉണ്ട്, അതിനെയൊക്കെ കണ്ട് അങ്ങനെ ഒരു ഹാപ്പി ഡേ ആയിരുന്നു.